ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇതാണ്ട് രാവിലെ തന്നെ പൊന്നെ പെടാപ്പാട് പെട്ടോണ്ടിരിക്കുക. എന്താ അറിയോ, അമ്പുന് കുറുക്ക് കൊടുക്കാൻ ഭയങ്കര പണിയാണ് ഗൈസ്. ഇതാ നമുക്ക് എന്തൊക്കെ പാടുപെട്ട് കൊടുക്കുന്ന അറിയോ, കെട്ടിയിട്ട് കൊടുക്കുക, പിടിച്ച് കെട്ടിയിട്ട് കൊടുക്കുക. ഞാൻ ഗൈസ് രാവിലെ എനിക്ക് ഞാൻ ഭയങ്കര യുദ്ധമായിട്ടോ പറയാൻ. ഞാനും അമ്പു രാവിലെ തൊട്ട് രാത്രി വരെ യുദ്ധം, പിന്നെ രാത്രി തൊട്ട് രാവിലെ വരെ യുദ്ധം. അതുപോലെ അമ്പുന് ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്താ പറയുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതിന് വരെ ഉണർന്നിരിക്കും. ഫുഡ് ഉണ്ടാക്കി പകുതിയായി കൊടുക്കാൻ നേരത്തെ അമ്പു ഉറക്കം പിടിക്കും. നമ്മൾ അമ്പുവിന് ഒരു ചെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെയർ നല്ലതായിട്ട് അവള് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കും അവളെ അതിൽ വെച്ചിട്ട് ഒന്ന് ബാത്റൂമിൽ പോവോ വാഷ് ചെയ്യോ ഒക്കെ ചെയ്യാം. അല്ലേ അല്ലേ അമ്പൂട്ടാ? മമ്മ തുണി കഴുകുമ്പോ ഒക്കെ അമ്പുവിന് കസേര വെച്ചിട്ട് പോകും. അമ്പുവിന്റെ കസേര ആരുടെ കസേരയോ? സ്വന്തമായിട്ട് ചെയറുള്ള കുട്ടിയാണ് ഇത്. ഇത് സ്വന്തമായിട്ട് ചെയറൊക്കെ ഉള്ള കുട്ടിയാണ്. ഇത് ഇരുന്ന് മമ്മ നിന്നാൽ എന്താ കുഴപ്പം? തിരിച്ചാണിച്ചേ, തിരിച്ചാണിച്ചേ, തിരിച്ചാണിച്ചേ. ഹായ് ഗായ്സ്, ഇതെനിക്ക് അഫോർഡബിൾ പ്രൈസ് ആയിട്ട് തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിന്റെ സ്റ്റോക്ക് ഇല്ല. പിന്നെ റിക്വസ്റ്റ് ഒക്കെ കൊടുത്ത് പിന്നെ സ്റ്റോക്ക് വന്ന് മേടിച്ച്. ഇതിന് അമ്പുവിനെ പൂട്ടിയിടാനുള്ള ബെൽറ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ അമ്പു അന്നേരം അത് വലിച്ചു പറിക്കാൻ വേണ്ടി നോക്കും. വരുന്നില്ലേ? കുത്ത് മേടിച്ച അമ്പ കൊണ്ടേ ഗൈസ്. ഇന്ന് അമ്പുവിന് വല്ലാത്തൊരു ദിവസമാണ്. ഇന്ന് അമ്പുവിന് വാക്സിൻ ഉള്ള ദിവസം അല്ലേ അമ്പൂട്ടാ? അതൊന്നല്ല രണ്ടല്ല ഗൈസ്, അമ്പുവിന് 3 കുത്ത് കിട്ടാൻ പോവാ. അമ്പുവിന് നല്ല പിള്ളേർ, ഈ പ്രായത്തിലുള്ള പിള്ളേരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇങ്ങനെ 3 ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞാലേ വന്നു കഴിയുമ്പോ എന്തോ അവസ്ഥ അറിയത്തില്ല. ഇപ്പൊ തന്നെ അമ്പു ഒന്നും തിന്നുന്നില്ല, ഉറങ്ങുന്നില്ല, ഫുൾ ടൈം കളിയോടെ കളി. ഇനി ഇഞ്ചക്ഷനും കൂടെ കിട്ടിക്കഴിഞ്ഞ് വരുമ്പോ എന്താകും അമ്പൂട്ട അവസ്ഥ? അമ്പു വാ, ഹോസ്പിറ്റലിൽ പറഞ്ഞിടിയാ പമ്പ വാ. നീ ഇവിടെ ഇരുന്ന ഞാൻ പോയി കുത്ത് മേടിച്ചിട്ട് വരട്ടെ. ഭയങ്കര സംസാരം ഇപ്പൊ, പക്ഷെ എന്തോ പറയുന്നതെന്ന് അറിയത്തില്ല. ചീത്ത വിളിക്കാണെന്ന് പോലും അറിയത്തില്ല അല്ലേ അമ്പു? അമ്പുനെ നോക്കിച്ചേക്കും. ഓ കണ്ണൊക്കെ എഴുതി എവിടെ പോവാ? അമ്പേ കണ്ണൊക്കെ എഴുതി എവിടെ പോവാ? ദേഷ്യം വരുന്നു. പൊന്നെ ഈറ്റിങ്ങിലാണ്. രാവിലെ പുട്ടും കടലയും. പുട്ടോ? അല്ല, അത് ഇടിയപ്പം. എന്തോ കഴിക്കുന്നത് പോലെ അറിയത്തില്ല. ഇടിയപ്പം, ഇടിയപ്പവും കടലക്കറിയും ഗൈസ്. നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ 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 അതെ. പുഷ്കോ അമ്പൂച്ചിന് വേണോ? അമ്പുന് വേണോ? ഓ അമ്പുന് മമ്മ വേണോ? പൊന്നെ കുറച്ച് മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ ഈ കൺമഷിയൊക്കെ കൊണ്ട് കണ്ണെഴുതി വെച്ചേക്കുന്നേ. ചോദിക്കാൻ പോകും അത് തുടച്ചേരാ. ഞാനൊരു ബ്യൂട്ടി സ്പോട്ട് ഇട്ടത്, അവളത് തുടപ്പിച്ച്. അമ്പു എന്നെ കടിച്ച് പറിച്ചു. എന്നെ കടിച്ചേ? പല്ലില്ലാത്ത മോണെ വെച്ച് എന്നെ കടിച്ച്. ഇനി നമ്മള് നേരെ ഹോസ്പിറ്റലിലോട്ടാട്ടോ പോന്നേ. അല്ലല്ല, ഹോസ്പിറ്റലല്ലേ. എണ്ണയും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിട്ട് ഹോസ്പിറ്റലിൽ പോയി. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേന് അമ്പു സമ്മതിക്കല്ലേ. ശരിക്കും ലേറ്റ് ആയി, ഉച്ചയാകാറായി. അതും ഒരു സീനാണ്. അല്ലെങ്കിൽ പിന്നെ നേരെ ഹോസ്പിറ്റലിൽ വിടാൻ നിൽക്കും. കുഴപ്പമില്ല, നമുക്ക് ഷോപ്പ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോവാം. ഇല്ലെങ്കിൽ അമ്പു സമ്മതിക്കല്ലോ. ഇനി നല്ല നിർബന്ധമായിരിക്കും അമ്പുവിന്. ഓ ഓ ഓ എവിടെ പോപ്പാ? വെള്ളമൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്ക. നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാ പിന്നെ രാവിലെ പാട്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ചുമ്മാ പാടിയത്. അപ്പൊ എന്റെ തൊണ്ട പിടിച്ച്. ഈ കലാകാരി അപ്പൊ എന്റെ തൊണ്ട ഇടറിയെല്ലാം പോകും. അതെ അതെ അതെ. അപ്പൊ എന്റെ പൊന്നിന്റെ തൊണ്ട ഇടറി. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ആ ഇടറിയ തൊണ്ടയിലെ ശബ്ദം. അത് കേക്കണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല വീഡിയോ ഉണ്ടെന്ന്. അല്ലേ അമ്പു? ഇപ്പൊ പറ്റിച്ചു മമ്മാനെ. ഇവിടെ എന്താ ഒരു ആൾക്കൂട്ടം.
സംതിങ് ആണല്ലോ, സംതിങ് അവിടെ കാവിൽ എന്താണ് പരിപാടി കേട്ടോ. കാവിൽ എന്തോ പരിപാടി, കാവില് പായസം വെക്കുവാന്നോ? അത് പായസം വെക്കുവായിരിക്കും. എനിക്ക് കേട്ടത് കാവില് പായസം വിൽക്കുന്നെന്നാ. ബോധമില്ലാത്തത് എനിക്കാണോ നിങ്ങൾക്ക്? അതിന് ഇത്ര സംശയം എനിക്ക് തന്നെ. എവിടെയൊക്കെ ട്രിപ്പ് പോകാനൊക്കെ തോന്നുന്നു, പക്ഷെ ഇപ്പം നമ്പും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് റിസ്കി ആണ്. എന്നാലും പോണോന്നുള്ളിടത്തൊക്കെ വേണമെങ്കിൽ പോവാം, പക്ഷെ എന്നാലും എന്തോ സാഹചര്യങ്ങൾ അങ്ങോട്ട്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം മർദ്ദപ്പെട്ടിരിക്കാൻ. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, എന്നാ സാഹചര്യം കൊണ്ടാ പോവാത്തെ? അങ്ങനൊക്കെ ഇവിടെ ചോദിച്ചാൽ സാഹചര്യം എന്ന് പറയുമ്പോ സാഹചര്യം കാരണം ഉണ്ടാവണല്ലോ, ഉണ്ടാക്കിയെടുക്കണമായിരിക്കും അല്ലേ. നമുക്ക് പോണോന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങുക പോവുക, അത്രേ ഉള്ളൂ. അതിന് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല. ഒരുപാട് നാളായി ട്രിപ്പ് പോയിട്ട് അല്ലേ ഗൈസ്? നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇറങ്ങി തിരിക്കുക, പിന്നെയാണ് ബാക്കിയുള്ള അല്ലേ. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാവും. നമ്മള് ലാസ്റ്റ് എവിടെ ട്രിപ്പ് പോയത്? ലാസ്റ്റ് ഫസ്റ്റ് ആയിട്ട് പോയത് തെന്മലയ്ക്ക് മാത്രമേ. സത്യം പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തിന് ശേഷം നമ്മൾ അങ്ങനെ കല്യാണത്തിന് ശേഷം പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. തെന്മല പോയി, തെന്മലയ്ക്ക് പോകണമെന്ന് വിചാരിച്ചു പോയതല്ല. ഇവിടുന്ന് നമ്മൾ എസ്കേപ്പ് ആയി നേരെ കുളത്തുപുഴ പോയി. അവിടെ അളിയന്റെ അടുത്തായിരുന്നു. അപ്പം അവിടെ നിന്ന സമയത്ത് എന്താ പറയുക, നമുക്ക് അങ്ങനെ പോയി കഴിയുമ്പോൾ മനസ്സിന് കുറെ പിരിമുറുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ രണ്ടും പരസ്പരം തീരുമാനിച്ച് മനസ്സൊന്ന് റിലാക്സ് ആണ്. നമ്മള് ജസ്റ്റ് ഒന്ന് അവിടുത്തെ ടൗൺ വരെ ഒന്ന് ജസ്റ്റ് നടക്കാൻ ഒന്ന് റിലാക്സ് ആണെന്ന് പറഞ്ഞ് ഇറങ്ങി. നല്ല കിട്ടി. അങ്ങനെ അവിടെ ജസ്റ്റ് നടക്കാൻ വേണ്ടി സംസാരിച്ച് അവിടെ നടക്കാൻ അങ്ങനെ അവിടെ നടക്കാന്ന് പറഞ്ഞ് പോയി. ജസ്റ്റ് ഒരു ജീപ്പ് കണ്ടു, ചാടി അതിനകത്ത് കയറി കഴിഞ്ഞപ്പോ അറിഞ്ഞത് തെന്മലയ്ക്കുള്ള ജീപ്പാണ്. പിന്നെ കുത്തി കയറിയില്ല. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ തമിഴ്നാട് വണ്ടികളൊക്കെ ഉണ്ടല്ലോ, നല്ല ആൾക്കാരൊക്കെ കുത്തി നിറച്ച് പോകുന്ന വണ്ടികളൊക്കെ. അങ്ങനെ ആ ജീപ്പിനകത്ത് അവിടെ ഇവിടെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ തെന്മലയിൽ ചെന്ന് ഇറങ്ങി ഗൈസ്. അതാണ് നമ്മുടെ ലൈഫിൽ, അതായത് നമ്മൾ ഒന്നിച്ചതിന് ശേഷമുള്ളൊരു എന്താ പറയണ്ടേ, ഒരു കുട്ടി ട്രിപ്പ്. അതായത് വലിയ പ്ലാനിങ് ഒരു ടിക്കറ്റ് എടുത്തു, തെന്മല ഡാം ഫുള്ള് മേളിൽ കയറി ഇറങ്ങി, താഴെ വന്നു, ചോറ് കഴിച്ചു, തിരിച്ചു വന്നു. അതെ, പ്ലാനിങ് ഇല്ലാതെ ഒരു പോയ പോക്കാണ്. പക്ഷെ അത് അലങ്കാരം ചേട്ടാ, നമുക്ക് അലങ്കാരം കയറിയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാം. അലങ്കാരം കേട്ടോ, നമുക്ക് നേരെ ഹോസ്പിറ്റലൊക്കെ പോയ കേട്ടോ. ചിലപ്പോൾ ലേറ്റ് ആവും, ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റ് ആവും. നമ്മൾ അലങ്കാരം സാധനമൊക്കെ വാങ്ങി. അമ്പുവിന് നല്ല ഉറക്കം വരുന്നുണ്ട്. അമ്പു ഉറങ്ങാനുള്ള പദ്ധതിയിലേക്കും കയറി. എന്തോ തിരക്കല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പത്തനംതിട്ടയില് തിങ്കളും വ്യാഴമാണ് ചന്ത ദിവസം, മാർക്കറ്റ് ഡേ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ബുധനാഴ്ചയാ, എന്നിട്ടും ഇത്രയും തിരക്ക്. ചേട്ടാ ഞങ്ങൾ പോട്ടെ ചേട്ടാ. ഞങ്ങള് പോയിട്ട് നിങ്ങൾ പോയാൽ മതി അവരും പറയും. ഇനി പൊന്ന വലയും കാര്യം എന്താ വെച്ചാലേ, ഇപ്പൊ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് അമ്പ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇനി അമ്പുന് ഭയങ്കര നിർബന്ധവും വാശിയൊക്കെ ആയിരിക്കും. പോകുന്നില്ല, ഓൾറെഡി ഇപ്പൊ ഫുഡ് കഴിക്കാറില്ല, ഇനിയിപ്പോ ഒട്ടും ഫുഡ് കഴിക്കുന്നില്ല. എനിക്ക് ആ ഒരു കാര്യമുള്ള എനിക്ക് പേടി, ഒന്നാമതേ ഫുഡ് കഴിക്കും. ഇനി പൊന്നാടെ ഷോൾഡറിന് മസിൽ കയറും. അതെ, നിന്റെ തോളെ തന്നെ അടിക്കാൻ പോകും. കരയാതിരുന്നാ മതിയായിരുന്നു. ഇപ്പൊക്കെ സമയം കിട്ടുമ്പോ എന്റെ കൂടെ കളിക്കെങ്കിലും. ഇനിയിപ്പോ എന്നെ 3-4 ദിവസം കൊണ്ട് നല്ല കളിയുണ്ട്. ഇങ്ങനെ എന്നെ കാണുമ്പോ നീയും കൂടെ ചേർന്നല്ലടാ എന്നെ കുത്താൻ കൊണ്ടുപോയത്. വേണമെങ്കിൽ എനിക്ക് കുടിക്കാൻ ഒരു വെള്ളമോ ജ്യൂസോ എന്തെങ്കിലും മേടിച്ച് തന്നോ, കുഴപ്പമില്ല. നിന്റെ സ്വപ്നത്തിൽ പോലും നടക്കത്തില്ല. നെവിൻ കേറിയോ? ഭയങ്കര സങ്കടം കേട്ടോ. ബിഗ് ബോസ് ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും രാത്രി അമ്പ് വന്നതിന് ശേഷം ഒരുമിച്ച് സിനിമ കാണലോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ബിഗ് ബോസ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നായിരുന്നു കാണുന്നത്. അതിന് ബിഗ് ബോസിന് ഭയങ്കര താങ്ക്സ്. പക്ഷെങ്കിൽ ബിഗ് ബോസിന്റെ സമയമാണ്, ബിഗ് ബോസിന്റെ സമയമല്ല. പക്ഷെ ഓൾമോസ്റ്റ് വീടും അങ്ങനെ ആയിരിക്കാം ചിലപ്പോ. അല്ലാതെ സീരിയൽ കണ്ടോണ്ടിരുന്ന ആന്റിമാരും അമ്മച്ചിമാരും ഒക്കെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുന്ന് ബിഗ് ബോസ് ഒക്കെ കാണും. ഞങ്ങള് ബിഗ് ബോസിന്റെ സമയത്ത് ഞങ്ങൾ ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു, ഭയങ്കര ഫാനാണ്. ഞാൻ ഇതുവരെ ഇതുവരെയുള്ള എല്ലാ സീസൺസും കണ്ടിട്ടുണ്ട്. പക്ഷെ തീർന്നപ്പോ പെട്ടെന്ന് ഭയങ്കര ഒരു വിഷമം. തീർന്നു കഴിഞ്ഞപ്പം ബിഗ് ബോസ് പോയവർക്ക് എത്ര മിസ്സിംഗ് ഉണ്ടായി കാണും. തീർന്നു കഴിഞ്ഞപ്പോ നെവിനെ ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. നല്ല ഉറക്കം വരുന്നുണ്ട്.
ഗൈസ് അങ്ങനെ അമ്പുവിനെ ഇഞ്ചക്ഷൻ എടുത്ത് ഗൈസ്. അമ്പു കരഞ്ഞ് ചങ്ക് കൂട്ടി പോയി. ചിന്തമ്മ എന്റെ കുഞ്ഞിനെ കുത്തി. രണ്ട് കയ്യിലും ഒരു കാലിലും കുത്തി. മേരിച്ചോടാ ഭയങ്കര കരച്ചിലായിരുന്നു ഇത്തവണ അമ്പൂല്ലേ. ഗൈസ് അമ്പുവിനെ കുത്തിയപ്പോഴേ പുറത്തുനിന്ന് അമ്പുവിന്റെ കരച്ചിൽ കേട്ട് എന്റെ ഉള്ള കിളി പോയി ഗൈസ്. ഇപ്പൊ കുഞ്ഞ് ഓക്കെ ആയി. അടുത്ത സാധനം വേറെ ആക്ടിവിറ്റിയിൽ വന്നപ്പോഴത്തേക്ക് അവൾ ഓക്കെ. പക്ഷെ കുത്തിയ സമയത്ത് ഈ വേങ്ങലടിക്കുമായിരുന്നു. ഗൈസ് നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അമ്പുവിന്റെ 2 കൈയും കുത്തി ഗൈസ്. 2 കൈയിലും കുത്തി, കാലിനും കുത്തി. അതും കുത്തിയെടുത്ത് ഇങ്ങനെ ചോര പൊടിഞ്ഞിരിക്കുന്ന കാണുന്നുണ്ടല്ലോ. ഇപ്പം ആദ്യം നന്നായിട്ട് കരഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നൊന്നും ഓക്കെ ആയി, ഉറക്കം വരുന്നുണ്ട് നല്ലോണം അല്ലേ. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് എണ്ണ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിലുമായിട്ട് വരണം ഗൈസ്. അമ്പന്റെ മമ്മ ഒക്കെ തീരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് മേടിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത് എല്ലാം കൂട്ടാ. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളുടെ കുറുക്കിന്റെ കണ്ണങ്കായുടെ പൊടി നമ്മൾ ഇവിടുന്ന് മേടിച്ചായിരുന്നല്ലോ, അവർക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ എണ്ണയും മേടിച്ചു, അതിന്റെ കൂട്ടത്തിലൊരു കണ്ണങ്കായുടെ പൊടിയും മേടിച്ചിട്ടുണ്ട് ഗൈസ്. കഴിഞ്ഞ വട്ടം നമ്മള് നേന്ത്രക്കായുടെ പൊടി മേടിച്ചു. ഈ പ്രാവശ്യം വെറൈറ്റി പിടിച്ചു. അമ്പുവിന്റെ ഫുഡിൽ നമ്മൾ വെറൈറ്റി കണ്ണങ്കായുടെ പൊടി മേടിച്ചു ഗൈസ്. പിന്നെ എണ്ണ ഗൈസ് സത്യം പറയാനല്ലോ, പുറത്തിറങ്ങിയിട്ട് വണ്ടിക്കകത്ത് കയറാൻ വയ്യ ഗൈസ്. അന്യായ ചൂട് എന്ന് പറഞ്ഞാൽ അന്യായ ചൂട് ഗൈസ്. അങ്ങനെ നമ്മള് ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി 2 കരിക്കിന്റെ ഷേക്ക് മേടിച്ചു ഗൈസ്. കുടിക്കല്ലെന്ന് പറ, ചൂടും പിടിച്ചതൊന്നും കുടിക്കല്ലെന്ന് പറ, പനി വരുന്ന. നിനക്ക് വേണ്ടെങ്കിൽ നിന്റെ മീൻ വറുത്ത ഞാൻ എടുത്തോട്ടാ. വേണ്ടേ? വേണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം. ഗൈസ് ഈ വെയിലത്ത് നല്ലൊരു കരിക്ക് ഷേക്ക് കുടിക്കുമ്പോൾ എന്നാ സുഖം അറിയൂല്ലോ. ഉള്ളും തണുക്കും, അതുപോലെ വണ്ടിക്കകത്ത് കയറി AC വിടുമ്പോ പുറവും തണുക്കും. സൂപ്പർ ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടെ ഷേക്ക് കുടിച്ചോണ്ടിരുന്നപ്പോ ഒരു കാഴ്ച ഉണ്ട് ഗൈസ്. ഒരു ചേച്ചി പൊതിച്ചോറെന്ന് പറഞ്ഞൊരു ബോർഡും പിടിച്ചോണ്ടിരുന്ന പൊതിച്ചോറ് വെക്കും ഗൈസ്. ഇപ്പോഴൊക്കെ പോകുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ വന്ന് മേടിക്കണം, പൊതിച്ചോറൊന്ന് മേടിക്കണം ഗൈസ്. എത്രത്തോളം എഫേർട്ട് അല്ലെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് അല്ലേ. വെളുപ്പിനെ എണീറ്റ് ചെയ്യുന്നതായിരിക്കുമല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. നമ്മളൊക്കെ ആണെങ്കിൽ തന്നെയും വലിയ വലിയ ഹോട്ടലുകളിൽ കയറി ഫുഡ് കഴിക്കും. പക്ഷെ ഇതുപോലുള്ളവർക്ക് കഴിക്കുമ്പോൾ അവർക്കൊരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡും കഴിക്കാൻ പറ്റും. ഈ മായ ഒന്നും ചേർക്കാത്ത നല്ല ഹോംലി ഫുഡ് കഴിക്കാൻ പറ്റും. കഴിച്ചപ്പോ ചേച്ചി പോയിച്ചോണ്ടിരിക്കും നമ്മുടെ മേലെപ്പെട്ടിപ്പുറം ജംഗ്ഷനിലാട്ടോ. തൊട്ടടുത്ത് ആരെങ്കിലൊക്കെ ഇതിൽ പോകുന്നവരുണ്ടെങ്കിൽ പോയിച്ചോറിന് ആവശ്യമുണ്ടെങ്കിൽ വന്ന് മേടിച്ചോണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേരാ. അപ്പം ബൈ.